ജീവപര്യന്തം ശിക്ഷ വിധിച്ച പ്രതി പോലീസിന്റെ വീഴ്ച കൊണ്ട് മാത്രം 27 വർഷം ഒളിവിൽ കഴിഞ്ഞു. ലേഡി സുകുമാരക്കുറുപ്പ് എന്നറിയപ്പെട്ട റെജി മാവേലിക്കര മറിയാമ്മ കൊലക്കേസിലെ അന്വേഷണ വഴികൾ റോന്ദിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതാണ്ട് 27 വർഷമാണ് ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട ഒരു സ്ത്രീ പോലീസിന്റെ കൺമുന്നിലൂടെ വിലസിയത്. 1990 മറിയാമ്മ കൊലക്കേസ് 2023 ജൂൺ 25 മാവേലിക്കര പോലീസ് ആ ഫയൽ ക്ലോസ് ചെയ്യുന്നു. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. മാവേലിക്കര സ്വദേശിയായ പാപ്പച്ചനും ഭാര്യ മറിയാമ്മയും ഒരു പച്ചക്കറി കട നടത്തുന്നുണ്ട്. വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഉച്ചയോടുകൂടി മറിയാമ്മ പാപ്പച്ചനെ സഹായിക്കാനായി പച്ചക്കറി കടയിലെത്തും. കൊലപാതകം നടന്ന ദിവസം, അതായത് ഫെബ്രുവരി 21, ഏറെ വൈകിട്ടും മറിയാമ്മ കടയിലേക്ക് എത്തിയിട്ടില്ല. പാപ്പച്ചന് കടയിലിരുന്നിട്ട് ആകെ ഒരു മനസ്സമാധാനം ഇല്ല. കടയും കൂട്ടി പാപ്പച്ചൻ വീട്ടിലെത്തി. വീട്ടിന്റെ മുന്നിലെ വാതിൽ അടച്ചിട്ടിട്ടുണ്ട്. പിന്നാമ്പുറത്തു കൂടി വീട്ടിനുള്ളിൽ കയറിയ പാപ്പച്ചൻ കണ്ടത് ഭയാനകമായ കാഴ്ചയാണ്. ഭാര്യ മറിയാമ്മ രക്തം വാർന്ന് അടുക്കളയിൽ മരിച്ചു കിടക്കുന്നു. പാപ്പച്ചന്റെ നിലവിളി കേട്ട് ആളുകൾ ഓടിക്കൂടി. പിന്നാലെ പോലീസും എത്തി. അന്വേഷണം ആരംഭിക്കുന്നു. വീട്ടിലെ കറിക്കത്തി കൊണ്ടാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. മറിയാമ്മയുടെ കഴുത്തിന് പിന്നിലും ഇരു കൈകളിലും ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. മറിയാമ്മയുടെ ഇടത് ചെവി കറിക്കത്തി കൊണ്ട് തന്നെ അറുത്തുമാറ്റി. കഴുത്തിലെ മാലയും ഒരു കാതിലെ കമ്മലും കാണാനില്ല. അടുക്കളയിലെ പാത്രങ്ങൾ ചിന്നി ചിതറി കിടക്കുന്നുണ്ട്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി സമീപത്തു നിന്ന് തന്നെ പോലീസ് കണ്ടെടുത്തു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം: കൊന്നതെന്തിന്? കൊലപാതകി ആര്? ആദ്യഘട്ടത്തിൽ പോലീസ് ഭർത്താവ് പാപ്പച്ചനെ വരെ സംശയിക്കുന്നുണ്ട്. പിന്നീട് അയൽക്കാരുടെയൊക്കെ മൊഴിയെടുക്കുന്നു. അതിൽ ഒരു അയൽക്കാരിയുടെ മൊഴിയാണ് കേസിൽ പ്രധാന വഴിത്തിരിവായി മാറിയത്. മറിയാമ്മയുടെ വീട്ടിൽ നേരത്തെ സഹായത്തിന് നിന്നിരുന്ന അകന്ന ബന്ധു കൂടിയായിട്ടുള്ള റെജി ഈ കൊലപാതകം നടക്കുന്ന ദിവസം, അതായത് അന്നേ ദിവസം വഴിയിലൂടെ നടന്നു പോകുന്നത് കണ്ടതായി ഈ അയൽക്കാരി മൊഴി നൽകുന്നുണ്ട്. എന്നാൽ റെജിയെ കൂടി ചോദ്യം എന്ന് പോലീസ് കരുതുന്നു. വലിയ മെച്ചമില്ലാത്ത അവസ്ഥയിലാണ് റെജിയുടെ വീട്. പോലീസ് റെജിയെ തിരക്കി ആ വീട്ടിലെത്തി. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ വിശദമായ വിവരങ്ങളൊന്നും റെജിയുടെ പക്കൽ നിന്നും പോലീസ് ലഭിക്കുന്നില്ല. തുടർന്ന് റെജിയുടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ റെജിയുടെ കട്ടിലിനടിയിൽ നിന്ന് തന്നെ ഒരു പേപ്പറിൽ പൊതിഞ്ഞ പൊതി ലഭിക്കുന്നുണ്ട്. ആ പൊതിക്കുള്ളിൽ ഒരു മാലയും ഒരു ജോഡി കമ്മലും പോലീസിന് ലഭിച്ചു. ചോദ്യം ചെയ്യലിൽ അത് റെജിയുടേതാണെന്ന് റെജി പോലീസിന് മറുപടി പറയുന്നു. ഒരു 18 വയസ്സുകാരി അതിവിദഗ്ധമായി പോലീസിനോട് നുണ പറഞ്ഞുകൊണ്ട് ആ ഘട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. പോലീസ് ഒന്നുകൂടി പരിശോധന നടത്തുന്നുണ്ട്. വീടിന്റെ ചായ്പിൽ ഒരു പാവാടയും ഷർട്ടും കഴുകിയിട്ടിട്ടുണ്ട്. റെജി കുളിച്ചതിന് ശേഷം അലക്കിയിട്ട വസ്ത്രങ്ങളാണ് അതൊക്കെ. കഴുകി വൃത്തിയാക്കി ഉണങ്ങാൻ വിരിച്ചിട്ട വസ്ത്രത്തിൽ നിന്നും അതിരൂക്ഷമായ രക്തത്തിന്റെ ഗന്ധം കൂട്ടത്തിലെ ഒരു പോലീസുകാരന് മനസ്സിലാകുന്നുണ്ട്. ആ വസ്ത്രത്തിലെ രക്തത്തിന്റെ മണത്തെ പറ്റി പോലീസ് പരസ്പരം പറയുന്നുണ്ട്. ഈ പാവാടയിലും ഈ ഷർട്ടിലും രക്തം മണക്കുന്നുണ്ടല്ലോ. അപ്പോൾ റെജിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: അയ്യോ സാറേ, അത് പോയില്ലായിരുന്നു. റെജിയാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസിന് വ്യക്തമായി. അവിടെ വെച്ചാണ് റെജി കുറ്റസമ്മതം നടത്തുന്നത്. റെജിയുടെ അമ്മയുടെ മരണത്തിന് ശേഷം അച്ഛൻ മറ്റൊരു വിവാഹം കഴിക്കുന്നു. റെജിയും റെജിയുടെ ചേച്ചിയും മാത്രം തനിച്ചായി. റെജിയുടെ ചേച്ചിയെ പാപ്പച്ചനും മറിയാമ്മയും വീട്ടിൽ ജോലിക്കായി നിർത്തി എന്ന് പറയുമ്പോൾ ജോലിക്കാരി മാത്രമായിരുന്നില്ല, അവരെ പഠിപ്പിച്ചു, വിവാഹം കഴിപ്പിച്ചയച്ചു. പിന്നീട് അതിനുശേഷം റെജിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സഹായത്തിനായി ഒപ്പം കൂട്ടിയതാണ്. പഠിക്കാനുള്ള അവസരമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ റെജിക്ക് പഠിക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു. വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് മറിയാമ്മയെ സഹായിച്ച് അവിടെ കഴിഞ്ഞുകൂടി. ചില ദിവസങ്ങളിൽ മറിയാമ്മയെ സഹായിക്കാനായി വീട്ടിലേക്ക് വരുന്ന സമയത്ത് മറിയാമ്മ ഉണ്ടാകാറില്ല. വഴിയിൽ കൂടി പോകുന്ന ചെറുപ്പക്കാരുമാരെയായിട്ടൊക്കെ റെജി സംസാരിക്കാറുണ്ട്. ഒരു ദിവസം അവിചാരിതമായിട്ട് റെജി ഈ ചെറുപ്പക്കാരുമായിട്ട് സംസാരിക്കുന്നത് മറിയാമ്മ കാണുന്നു. ഈ ചെറുപ്പക്കാരുമായിട്ട് സംസാരിക്കുന്ന കണ്ട മറിയാമ്മ റെജിയെ അത് പറഞ്ഞു വിലക്കുന്നുണ്ട്. ഇനി അവരോട് സംസാരിക്കരുതെന്നും കയ്യിലൊരു അടിയും കൊടുക്കുന്നു. അന്ന് റെജി അവിടുന്ന് പിണങ്ങിയാണ് വീട്ടിലേക്ക് പോകുന്നത്. പിന്നീട് കൊലപാതകം നടക്കുന്ന ദിവസമാണ് റെജി മറിയാമ്മയുടെ വീട്ടിലേക്ക് വരുന്നത്. കൊലപാതകം നടക്കുന്ന ദിവസം റെജി മറിയാമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നു.
ആ സമയത്ത് മറിയാമ്മ എന്തോ ആവശ്യത്തിനായിട്ട് പുറത്തു പോയേക്കുകയായിരുന്നു. വീട്ടിൽ ആരും ഇല്ല എന്ന് ഉറപ്പിച്ച റെജി വീട്ടിനകത്ത് നിന്നും കറിക്കത്തി കയ്യിൽ കരുതി. അതിനുശേഷം ടെറസിന് മുകളിൽ പോയി ഒളിച്ചിരുന്നു. മറിയാമ്മ വീട്ടിലേക്ക് കയറി വന്ന സമയം റെജിയും കൂടെ വരുന്നുണ്ട്. കൊലപാതകം നടക്കുന്ന ദിവസം മറിയാമ്മ വീട്ടിലില്ലാത്ത സമയം നോക്കിയാണ് റെജി ആ വീട്ടിലേക്ക് വരുന്നത്. അടുക്കളയിൽ നിന്നും കറിക്കത്തി കൈക്കലാക്കി. പിന്നീട് ടെറസിൽ പോയി ഒളിച്ചിരിക്കുന്നുണ്ട്. മറിയാമ്മ തിരികെ വന്നതിന് ശേഷം റെജി ടെറസിൽ നിന്നും താഴെ ഇറങ്ങി അടുക്കളയിലെത്തി. പിന്നിൽ നിന്നും മറിയാമ്മയെ ആഞ്ഞുകുത്തി. തിരിഞ്ഞു നോക്കുന്ന സമയം റെജിയാണെന്ന് മനസ്സിലാകുകയും അവിടെ ഒരു മൽപ്പിടുത്തം ഉണ്ടാകുകയും ചെയ്യുന്നു. ആ പാത്രങ്ങൾ തറയിൽ മറിഞ്ഞു വീഴുന്നു. ഒപ്പം മറിയാമ്മയും. കവിഴ്ന്നു വീണ മറിയാമ്മേനെ റെജി വീണ്ടും കറിക്കത്തിക്ക് ആഴ്ത്ത് കുത്തി. അതിനുശേഷം റെജിയെ തല്ലിയ മറിയാമ്മയുടെ കൈകൾ ആവർത്തിച്ച് കറിക്കത്തി കൊണ്ട് കുത്തിക്കീറി. അതിനുശേഷം മാല ഊരിയെടുത്തു. വലത് ചെവിയിലെ കമ്മൽ ഊരിയെടുത്ത് ഇടത് ചെവിയിലെ കമ്മൽ ഊറുന്ന സമയത്ത് അത് ഊരാൻ സാധിക്കുന്നില്ല. ആ സമയമാണ് റെജി ഈ കറിക്കത്തി കൊണ്ട് ഇടത് ചെവി അറുത്തെടുക്കുന്നത്. അതിനുശേഷം രക്തം പുരണ്ട കറിക്കത്തി ഉപേക്ഷിക്കുന്നു. ഈ ചെവിയും മാലയും മറ്റു കമ്മലും കൂടി റെജി ഷർട്ടിന്റെ പോക്കറ്റിലിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലെത്തിയ റെജി കമ്മൽ ചെവിയിൽ നിന്ന് ഊരിയെടുത്ത് ചെവി ഉപേക്ഷിക്കുന്നു. വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കി ചായപ്പിൽ വിരിക്കാനിട്ടു. പോലീസ് കേസ് അന്ന് തന്നെ തെളിയിക്കുന്നുണ്ട്. അഡീഷണൽ സെഷൻസ് കോടതിയിൽ റെജിയെ ഹാജരാക്കി. അന്വേഷണ സമയത്ത് പോലീസിന് വന്ന ചില വീഴ്ചകൾ റെജിയുടെ ശിക്ഷാ കാലാവധി 3 വർഷമായി കുറച്ചു. കാരണം റെജിയുടെ വീട്ടിനകത്ത് നിന്നും ഈ മാലയും കമ്മലും കണ്ടെടുക്കുന്ന സമയത്ത് മറ്റു സാക്ഷികളില്ലായിരുന്നു. അത് ഈ കേസിലെ വലിയൊരു വീഴ്ചയായിരുന്നു. കാരണം റെജിയാണ് കൊലപാതകി എന്നൊന്നും ഉദ്ദേശിച്ചല്ല പോലീസ് അവിടെ പോകുന്നത്. റെജിയെ ഒന്ന് ചോദ്യം ചെയ്തേക്കാം എന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ. പക്ഷേ അവിചാരിതമായിട്ടാണ് അവിടെ വെച്ച് ഈ കേസ് തെളിയുന്നത്. ആ സാഹചര്യത്തിൽ തന്നെ ഈ മാലയും അതുപോലെ തൊണ്ടി മുതലൊക്കെ കണ്ടെടുക്കുന്ന സമയത്ത് മറ്റു സാക്ഷികളുടെ വിവരങ്ങളൊന്നും പോലീസ് ഈ റെക്കോർഡുകളായിട്ട് സൂക്ഷിച്ചിരുന്നില്ല. അത് ഈ കേസിലൊരു വലിയ വീഴ്ചയായി തന്നെ തുടർന്നു. റെജിയുടെ ശിക്ഷാ കാലാവധി 3 വർഷമായി കുറയുകയും ചെയ്തു. 1993 മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി സംശയത്തിന്റെ ആനുകൂല്യത്തിൽ റെജിയെ വെറുതെ വിടുന്നു. പിന്നീടുള്ള 3 വർഷക്കാലം പല വീടുകളിലായി റെജി ജോലി ചെയ്തു. എന്നാൽ സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിച്ചു. 1996 പ്രോസിക്യൂഷൻ നൽകിയ അപ്പീലിൽ റെജി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി. ഹൈക്കോടതി റെജിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. എന്നാൽ ശിക്ഷ വിധിച്ച് മണിക്കൂറുകൾക്കകം റെജി പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ടു. നീണ്ട 27 വർഷമാണ് പോലീസിനെ വെട്ടിച്ച് പലയിടങ്ങളിലായി റെജി ജീവിച്ചത്. റെജിയെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന ഊഹാപോഹങ്ങളിൽ പോലീസ് തെരഞ്ഞലഞ്ഞു. റെജിയെ അന്വേഷിച്ച് എവിടെ എത്തിയാലും പോലീസ് നിരന്തരം പരാജയപ്പെട്ടു. വർഷം 23 കഴിഞ്ഞു. 2019 രാജ്യത്ത് കോവിഡ് പടർന്നു പിടിച്ചു. കോവിഡ് ബാധിച്ച് റെജി മരിച്ചു എന്ന വിവരം പോലീസിന് ലഭിക്കുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. കാരണം കോവിഡ് ബാധിച്ച് മരിച്ച ഓരോ മൃതദേഹങ്ങളും പോലീസിന് പരിശോധിക്കേണ്ടി വരുന്നു. മാറി മാറി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പഠന വിഷയമാക്കി മാറ്റാൻ മാത്രമായുള്ള കേസായി മാറി റെജി തിരോധാനം. കൊലപാതകം നടന്നിട്ട് 36 വർഷവും ശിക്ഷ വിധിച്ചിട്ട് 27 വർഷവുമായ കേസിൽ പ്രതിയെ കണ്ടെത്താൻ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വാറണ്ട് പുറപ്പെടുവിക്കുന്നു. ആ സമയത്താണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ചുമതല ചൈത്ര തെരേസ ജോണിന് ലഭിക്കുന്നത്. കേസ് വീണ്ടും അന്വേഷിക്കണം, റെജിയെ കണ്ടെത്തണം. ചെങ്ങന്നൂർ ഡിവൈഎസ്പി MK ബിനുകുമാർ ഉൾപ്പെടെ ഒരു സംഘത്തെ വീണ്ടും റെജി തിരോധാനം അന്വേഷിക്കാനായിട്ട് ചുമതലപ്പെടുത്തി. ഇവിടെയാണ് കേരള പോലീസിന്റെ വീഴ്ചകൾ ഒന്നൊന്നായി എണ്ണി പറയേണ്ടത്. ഇതുവരെ അന്വേഷിച്ച രീതിയിലായിരിക്കരുത് ഇനി അങ്ങോട്ട് കേസ് അന്വേഷിക്കേണ്ടത്. കഴിഞ്ഞ 33 വർഷം പോലീസ് കേസ് അന്വേഷിച്ചത് 18കാരിയായ കൊലപാതകിയായ റെജിയാണ്. ഇന്നവർക്ക് 51 വയസ്സ് പിന്നിട്ടിരിക്കുന്നു. രൂപം മാറി, കാലഘട്ടവും മാറി. 18 വയസ്സുകാരിയായ റെജി അച്ചാമ്മയെ തിരഞ്ഞിട്ട് കാര്യമില്ല. പോലീസ് ഇതുവരെ അന്വേഷിച്ചിരുന്നത് പഴയ വിവരങ്ങളും പഴയ ചിത്രമൊക്കെ വെച്ചിട്ടാണ്. ഒരു രേഖാചിത്രം പോലും ഇക്കാലയളവിൽ പോലീസ് വരച്ചിട്ടില്ല. ആദ്യം കണ്ടെത്തേണ്ടത് റെജിക്ക് വന്ന രൂപമാറ്റത്തെയാണ്. പോലീസ് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് റെജിയുടെ നിലവിലെ രൂപം വരച്ചെടുക്കുന്നു. 27 വർഷം മുമ്പ് റെജി പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയതിനു ശേഷം കോട്ടയത്ത് ചില വീടുകളിലൊക്കെ ജോലിക്ക് നിന്നിരുന്നു. ആ വഴിയായി പോലീസിന്റെ അന്വേഷണം. വീടായ വീടുകളൊക്കെ കയറിയിറങ്ങി. വീടുകളൊക്കെ പണ്ടത്തെ പോലെയല്ല.
ചില വീടുകളും ആൾക്കാരൊന്നും അവശേഷിക്കുന്ന പോലുമില്ല. എന്നാലും പോലീസിന് ചില സൂചനകളൊക്കെ ലഭിച്ചു. റെജി കോട്ടയത്ത് വീട്ടുജോലിക്ക് നിൽക്കുന്ന സമയം ഒരു തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള രാജു എന്ന യുവാവുമായിട്ട് പ്രണയത്തിലായിരുന്നു. ആ വിവരം മാത്രം ഉപയോഗിച്ചുകൊണ്ട് പോലീസ് കേസ് അന്വേഷിച്ചു. ഇയാൾ തക്കല സ്വദേശിയാണ്. പിന്നീട് പോലീസിന്റെ അന്വേഷണം കോട്ടയത്തിൽ നിന്നും തക്കല കേന്ദ്രീകരിച്ചായി. ഈ തക്കല സ്വദേശിയായ രാജുവിനെ പരിചയപ്പെട്ടതിനു ശേഷം ഇവർ പ്രണയത്തിലാകുന്നു, വിവാഹമൊക്കെ കഴിയുന്നു. പിന്നീട് റെജി അറിയപ്പെട്ടത് മിനി എന്നാണ്. മിനി രാജു എന്ന് പിന്നീട് അങ്ങോട്ട് അറിയപ്പെടുന്നുണ്ട്. തക്കലയിൽ മിനി എന്ന റെജിയെ തിരക്കിയിറങ്ങിയ പോലീസിന് രാജുവിന്റെ ഒരു ബന്ധുവിനെ കാണാൻ ഇടയാകുന്നു. തുടർന്നുള്ള അന്വേഷണങ്ങളിൽ രാജുവിന്റെ മൊബൈൽ നമ്പറും പോലീസിന് ലഭിച്ചു. രാജുവും റെജിയും കോതമംഗലത്ത് താമസിക്കുന്നുണ്ട്. അവർക്ക് കുട്ടികളായി. ഇപ്പോൾ നല്ല നിലയിലാണ് ജീവിതം. പഴയ രേഖകളിൽ നിന്നെല്ലാം റെജിയുടെ പേര് മിനിയായി മാറി. നിലവിൽ കോതമംഗലത്ത് സമീപമുള്ള ഒരു തുണിക്കടയിൽ മിനി അല്ലെങ്കിൽ റെജി സെയിൽസ് ഗേൾ ആയിട്ട് ജോലി ചെയ്യുകയാണ്. പോലീസ് അവസാനം ആ തുണിക്കടയും കണ്ടെത്തുന്നുണ്ട്. മഫ്തി വേഷത്തിലാണ് അന്ന് പോലീസ് ആ തുണിക്കടയിലേക്ക് എത്തുന്നത്. അവിടെ നിന്ന് സെയിൽസ് ഗേളിനോട് ഒരു സാരി വേണമെന്ന് വന്നവർ ആവശ്യപ്പെട്ടു. സാരി എടുക്കാനായി തിരിഞ്ഞ അവരോട് പോലീസ് ചോദിക്കുന്നുണ്ട്, റെജിയല്ലേ? തെല്ലും ഭാവവ്യത്യാസമില്ലാതെ റെജി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു. എനിക്കറിയാമായിരുന്നു, എന്നായാലും നിങ്ങൾ എന്നെ തേടി വരുമെന്ന്. റെജി അവസാനം പോലീസിന് കീഴടങ്ങി. റെജി ഓരോ ദിവസവും പോലീസിന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. റെജിയല്ല ഒരു പക്ഷേ ഒളിവിൽ പോയത്. റെജി എല്ലാവർക്കും ഇടയിലും ജീവിക്കുകയായിരുന്നു. പോലീസിന് അവരെ കണ്ടെത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ പോലീസ് അവരെ കണ്ടെത്താനുള്ള സാഹചര്യങ്ങൾ ഉപയോഗിച്ചില്ല. അവസാനം റെജി രക്ഷപ്പെടാനും നിന്നില്ല. റെജി ഇപ്പോൾ തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ്. ആരുമില്ലാത്ത റെജിയോട് രാജു പലപ്പോഴും ബന്ധുക്കളെ പറ്റി ചോദിച്ചിരുന്നു. അവരുമായി തനിക്കൊരു കേസുണ്ട്, താൻ തിരിച്ചാ ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമായിരുന്നു റെജിയുടെ മറുപടി. സന്തോഷകരമായിട്ടൊരു ജീവിതത്തിന് വേണ്ടി രാജു പിന്നീട് ബന്ധുക്കളെ പറ്റി റെജിയോട് ചോദിച്ചിട്ടുമില്ല. പോലീസിന്റെ അന്വേഷണ ഘട്ടങ്ങളിൽ മാറ്റങ്ങൾ വരുത്താതെ തെളിവുകൾ പരിശോധിക്കുന്നതിന്റെ അപാകതകൾ സംഭവിച്ച വീഴ്ചയാണ് ഒരുപക്ഷെ റെജി 33 വർഷം പോലീസിന്റെ മുന്നിലുണ്ടായിട്ടും പോലീസിന് പിടികൂടാൻ കഴിയാതെ പോയത്.